കൊടൈക്കനാലിലെ പൂണ്ടി രാജയും കുതിരത്താളിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കുതിരത്താളി? അതൊരു ലഹരി വസ്തുവാണോ? അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കുതിരത്താളി എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയൊക്കെ പോലത്തെ ഒരു റൂട്ടാണ്, ഒരു വെജിറ്റബിൾ ആണ്. അത് ക്രഷ് ചെയ്യുമ്പോൾ, അതായത് ഇടിക്കുമ്പം അതിൽ നിന്നും വരുന്ന ഒരു കെമിക്കലാണ്. ഈ കെമിക്കൽ നേരെ ചെല്ലുന്നത് നമ്മുടെ മൂക്കിനകത്താണ്. മൂക്കിനകത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിച്ചിട്ട് ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നു. അത് വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രൂക്ഷമായ സ്മെല്ല്, ഗന്ധം, അത് മൂക്കിനകത്തുള്ള കോശങ്ങളെ, അതായത് മ്യൂക്കോസയെ ഉദ്ദീപിപ്പിക്കുകയും അത് കാരണം നമുക്കൊരു ഇറിറ്റേഷൻ അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതൊരു ലഹരി വസ്തുവല്ല. ഇത് കാട്ടുള്ളി എന്ന് പറയുന്ന ഉള്ളിയുടെ ഗണത്തിൽപ്പെടുന്നതും അല്ല, വേറൊരു വെജിറ്റബിൾ ആണ്. ഇതേപോലെ തന്നെ ഉള്ളിയിലും ഇത്തരം രാസപദാർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ ക്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം രാസപദാർത്ഥങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടിക്കുന്ന ആ ഒരു കുറഞ്ഞ സമയത്ത് മാത്രം ഇതിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടാകുകയും ഒരു സ്റ്റിമുലേഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതൊരു നാച്ചുറൽ ഡീകൺജസ്റ്റൻ്റ് ആണ്. അതായത് വിക്സ് ഒക്കെ പോലെ മണക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും മൂക്കടപ്പൊക്കെ മാറുകയും ചെയ്യും. ഈ എഫക്റ്റുകളെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഈ രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത് മലയാളികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് വീഡിയോ എന്നൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾഡ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.